വിവാഹ ദിവസം രുക്മിണിയുടെ തോഴിമാരും ഒക്കെ ആയിട്ട് വളരെ സങ്കടത്തോടു കൂടി പരദേവതാ ക്ഷേത്രത്തിൽ തൊഴാൻ പോയി. കാർത്യായനി ദേവിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ ദേവിയോട് സങ്കടം പറഞ്ഞു. കൃഷ്ണനെ പറ്റി ഒരു വിവരവും ഇല്ല, തിരുമേനി അയച്ചിട്ട് ആ വിവരവും ഇല്ല, കൃഷ്ണനെ അല്ലാതെ മറ്റൊരാളെയും ഞാൻ വിവാഹം കഴിക്കില്ല എന്ന് ദേവിയോട് പറഞ്ഞു. സങ്കടപ്പെട്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ അവിടെയാണെങ്കിൽ കല്യാണത്തിൻ്റെ വലിയ ആഘോഷമാണ് അവിടെ നടക്കുന്നത്. അപ്പം ശിശുപാലനാണെങ്കിൽ വിവാഹ പന്തലിൽ ഇരിപ്പുണ്ട്. മറ്റു രാജാക്കന്മാരൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ രുക്മിണി തൻ്റെ തോഴിമാർക്കിടയിലൂടെ കൃഷ്ണൻ വന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് നോക്കി. ഇത് കണ്ട മറ്റ് രാജാക്കന്മാരൊക്കെ രുക്മിണിയുടെ സൗന്ദര്യം കണ്ട് പ്രതിമ പോലെയായി. കൃഷ്ണൻ ദാ അവിടെ നിൽക്കുന്നു ചിരിച്ചുകൊണ്ട്. അപ്പോൾ രുക്മിണിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങോട്ട് പോയാൽ ശിശുപാലൻ, അങ്ങോട്ട് ചെന്നാൽ കൃഷ്ണൻ. ഭഗവാനാണെങ്കിൽ ദേവിയെ വിളിക്കുന്നുമില്ല. അപ്പോൾ ദേവിക്ക് ഭയങ്കര വിഷമം, എന്താ കൃഷ്ണൻ എന്നെ വിളിക്കാത്തതെന്ന്. കൃഷ്ണൻ തൻ്റെ തേരിൽ നേരെ ദേവിയുടെ അടുക്കൽ വന്ന് തൻ്റെ കരങ്ങൾ ദേവിക്ക് നേരെ നീട്ടി. ദേവി ആ കൈ പിടിച്ച രഥത്തിൽ കയറി. പിന്നെ അവിടെ നടന്നത് മഹായുദ്ധമാണ്. ആ യുദ്ധത്തിൽ ജയിച്ചത് കൃഷ്ണനാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് രുക്മിണി സ്വയംവരത്തിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്.